ഹേയ് ഗായ്സ്, നമുക്കിന്ന് കൂട്ടുകറിയും ഉപ്പേരി അഥവാ തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് കടല ഞാൻ തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തായിരുന്നു. അത് കഴുകി കുക്കറിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു സ്പൂണല്ല, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, ആവശ്യത്തിന് ഉപ്പും, ഒരു പച്ചമുളക് കീറിയത് തൊട്ട് നമുക്ക് കുക്കറിൽ ഒരു 4 വിസിലടിച്ചെടുക്കാം. പൊതുവേ കറിക്ക് ഞാനിവിടെ ഏകദേശം 6 വിസിലോളം അടിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ വേറെയും 2 വിസിൽ എക്സ്ട്രാ അടിക്കാനുള്ളത് കൊണ്ട് ഞാൻ 4 വിസിലടിച്ച് കടല വേവിച്ചെടുത്തു കേട്ടോ. അതിൻ്റെ സമയം തന്നെ നമുക്ക് പച്ചക്കായും അതേപോലെ ചേനയും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അത് ക്യൂബായിട്ട് നന്നായിട്ട് കഴുകി കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നേ, അതും കൂടെ കഴുകി നന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ 2 വിസിലും കൂടെ ആക്കി എടുക്കാം. ചേന അത്യാവശ്യം വേവുണ്ട് കേട്ടോ. അപ്പോൾ 2 വിസിലടിച്ചത് പൂർണ്ണമായും അതിൻ്റെ സ്റ്റീം പോയ ശേഷം വേണം എടുക്കാൻ. ആ സമയം കുറച്ച് തേങ്ങയും 2-3-4 ചെറിയുള്ളിയും കുറച്ച് ജീരകം കൂടെ ഒന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ. വെള്ളം ചേർക്കണ്ട, ഒതുക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളുടെ കുക്കർ നന്നായി വിസിലൊക്കെ പോയി ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഏകദേശം അരയാണ് ശർക്കര ഞാനിവിടെ ചുരണ്ടി എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒപ്പം കുറച്ച് ചുക്ക് പൊടിയും കൂടെ ആഡ് ചെയ്യണേ, കുറച്ച് മതി. അതൊരു നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും നൽകും കേട്ടോ. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ശർക്കര ചേർക്കണ്ട, നല്ല മധുരമായി പോകും കേട്ടോ. നമുക്കതൊന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനത്തെ ഒരു തിക്കായ ഒരു കൺസിസ്റ്റൻസി കിട്ടും. ഇത് നമുക്ക് ഏകദേശം കൂട്ടുകറി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് വറവിട്ട് കോരാൻ വേണ്ടി തേങ്ങയും കറിവേപ്പില വറ്റൽമുളകും പിന്നെ ഒപ്പം കടുകും കൂടെ ഇട്ട് പൊട്ടിച്ചിട്ട് നന്നായി വറവിടാം. ഇനി നമുക്ക് കൂട്ടുകറിയിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ലാസ്റ്റ് തീയൊക്കെ ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതിയേ. നമ്മളുടെ വറവ് അപ്പോഴേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായി ബ്രൗണായി ഈ തേങ്ങയും കൂടെ കൂട്ടുകറി മിക്സിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നല്ല ടേസ്റ്റുള്ള കൂട്ടുകറി കിട്ടും. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. ഒരുവിധം എല്ലാവർക്കും സദ്യയിൽ ഈ വിഭവം ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പേരിയാണ്, ക്യാബേജ് ഉപ്പേരി. ഞങ്ങളോട് ഉപ്പേരി എന്നാണ് പറയാം. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു വലിയ ക്യാബേജിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി, നിങ്ങൾക്ക് ചോപ്പറിലാണോ അങ്ങനെ അല്ലാതെ കൈ വെച്ചിട്ടാണോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി ഇതിലേലും ചെറുതാക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത്. ഞാൻ അരിഞ്ഞപ്പോൾ കുറച്ച് വലുതായി പോയിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് നേരം നമുക്ക് കഴുകാൻ വേണ്ടി വെക്കാം, കുതിർക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. ആ ടൈം കൊണ്ട് ഒരു സവാള, ഒരു ക്യാരറ്റ്, ഒരു പച്ചമുളക് പൊടി അരിഞ്ഞത്, 3-4 അല്ലി വെളുത്തുള്ളി, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടെ നന്നായി ചെറുതാക്കി അരിയാം. ഞാൻ പറഞ്ഞ പോലെ ഇതിനും ചെറുതാക്കി അരിയണം. ഞാൻ അരിഞ്ഞപ്പോൾ കുറച്ച് വലിപ്പം കൂടി പോയിട്ടാ. അതും കൂടെ ഇതാക്കിയെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മളുടെ ക്യാബേജ് കുതിർത്ത് വെച്ചത് നന്നായിട്ട് കഴുകി 2-3 വെള്ളത്തിൽ കഴുകി നന്നായി വെള്ളമൊക്കെ വാർത്തെടുത്ത ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചതും ക്യാബേജും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൈ വെച്ച് നന്നായിട്ട് കുഴയ്ക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ ഒരു പിടി തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ കുഴയ്ക്കുന്നതിലേക്ക് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാബേജ് വറവിലേക്ക് ഇട്ട ശേഷം, അതായത് കടുകും മുളകും താളിച്ച് വറവിലേക്ക് ഇട്ട ശേഷം ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ച ശേഷം തേങ്ങ ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ തേങ്ങ ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്കിനി വറവിടുന്നതിലേക്ക് പോകാം. അതിലേക്ക് കുറച്ച് ഉഴുന്നും കടുകും കൂടിയാണ് ഞാൻ ഇടുന്നത്. അത് ഉഴുന്ന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ക്യാബേജ് മിക്സ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് അടച്ച് വെച്ച് ചെറിയ തീയിൽ ആവിയിൽ വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റിൽ ഉപ്പേരിയും കിട്ടും. ഇങ്ങനെയും ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾ യൂഷ്വലി വീട്ടിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ